കാറ്റത്തെ കിളിക്കോട് സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പും ഒക്കെ തന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അങ്ങനെ നിധിക്ക് ഒരു ഇൻ്റർവ്യൂ വരുന്ന സമയത്തിന് നിധി ഈ ഒരു കാര്യം സുധീഷിനോട് പറയും. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, എടി ഞാൻ നിന്നെ ഇൻ്റർവ്യൂവിന് കൊണ്ടുപോയാക്കാമെന്ന്. അന്നേരം നിധി പറയുന്നുണ്ട്, ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എനിക്ക് ഏതെങ്കിലും ഒരു ടാക്സി വിളിച്ച് തന്നാൽ മതി, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാമെന്ന് പറയും. പക്ഷേ സുധീഷ് വിട്ടുകൊടുക്കുന്നില്ല. അവസാനം സുധീഷ് തന്നെ നിധിയെ കൂട്ടിക്കൊണ്ട് ഇൻ്റർവ്യൂവിന് പോകും. അങ്ങനെ പോകുന്ന സമയത്തിന് നിധി പറയുന്നുണ്ട്, ഷോ വേണ്ടായിരുന്നു എന്ന്. എന്താണെന്ന് സുധീഷ് ചോദിച്ചപ്പോൾ, അല്ല സുധീഷ് എൻ്റെ കൂടെ വഴേണ്ടിയിരുന്നില്ല എന്ന് നിധി വീണ്ടും പറഞ്ഞു. ഏയ് അതൊന്നും സാരമില്ലെന്നേ എന്ന് സുധീഷ് ആശ്വസിപ്പിക്കുന്നുണ്ട്. പിന്നീട് നിധി പറയുന്നുണ്ട്, ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് എനിക്ക് ജോലി കിട്ടുകയാണെങ്കിൽ വലിയ സന്തോഷമാവും. അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കേണ്ടി വരില്ലല്ലോ എന്ന് പറയും. ഉടനെ തന്നെ സുധീഷ് പറയുന്നുണ്ട്, ബുദ്ധിമുട്ടോ ഞങ്ങൾക്കോ? ഞങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടാ? ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. അല്ല എനിക്കറിയാം, ഞാൻ കാരണം നിങ്ങൾ ഒരുപാടധികം കഷ്ടപ്പെടുന്നുണ്ട് എന്ന് നിധി വീണ്ടും പറഞ്ഞപ്പോൾ സുധീഷ് തറപ്പിച്ചു പറഞ്ഞു, ഏയ് അങ്ങനെയൊന്നും പറയില്ലേ നിധി, ഇതൊക്കെ വല്ല ബുദ്ധിമുട്ടാണോ? അന്നേരം നിധി ചോദിക്കുന്നുണ്ട്, അല്ല ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ എനിക്ക് ജോലി കിട്ടുമായിരിക്കുമല്ലേ എന്ന്. അതിപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞാലല്ലേ പറയാൻ പറ്റൂ. പിന്നെ നീ നല്ല മിടുക്കിയായതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും നിനക്ക് ഈ ഒരു ജോലി കിട്ടുമെന്ന് സുധീഷ് അവൾക്ക് ധൈര്യം കൊടുത്തു. നിധി പറയുന്നുണ്ട്, എനിക്ക് നല്ല പേടിയുണ്ട്, ഇത്രയും നാൾ സർട്ടിഫിക്കറ്റ് ഇല്ല എന്ന് ഓർത്തുകൊണ്ട് ആ ഒരു ടെൻഷനായിരുന്നു. ഇപ്പം അതൊക്കെ ശരിയായപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ടെങ്കിലും ഉള്ളിൽ വലിയൊരു വിറയൽ പോലെ എനിക്ക് പേടിയാവുന്നുണ്ട് എന്ന് പറയും. ഏയ് നീ പേടിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ട് പോയിട്ട് അറ്റൻഡ് ചെയ്തോ, ഉറപ്പായിട്ടും നിനക്കിത് കിട്ടുമെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞ് സുധീഷ് അവളെ വീണ്ടും അങ്ങ് ആശ്വസിപ്പിക്കുകയാണ്. അങ്ങനെ അവിടെ എത്തിയപ്പോൾ സുധീഷിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരും. സുധീഷ് അത് എടുത്തു നോക്കിയപ്പോൾ ഒരു കസ്റ്റമർ ആയിരിക്കും. ഓട്ടം വിളിച്ചതാണ്. സുധീഷ് പറയുന്നത്, അയ്യോ എൻ്റെ വൈഫിനൊരു ഇൻ്റർവ്യൂ ഉണ്ട്, ഞാൻ അവളെ കൂട്ടിക്കൊണ്ട് പോന്നിരിക്കുകയാണെന്ന് പറയും. ഇപ്പോൾ വരാൻ പറ്റില്ല എന്ന് പറയും. അങ്ങനെ ഫോൺ കട്ടിയാണ്. ആ സമയത്തിന് നിധി പറയുന്നുണ്ട്, സുധീഷെ ഒരു കാര്യം ചെയ്യേ, എന്നെ ഇവിടെ ഇറക്കി വിട്ടേക്ക്, ഞാനൊരു ടാക്സി വിളിച്ചിട്ട് പോയിക്കോളാമെന്ന് പറയും. ഇനി കുറച്ച് ദൂരമല്ലേ ഉള്ളൂ എന്ന് പറയാണ്. അന്നേരം സുധീഷ് ചോദിക്കുന്നുണ്ട്, ഇവിടെ ഇറക്കാനോ? ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ തന്നെ നിന്നെ കൊണ്ടുപോയിക്കോളാമെന്നും പറയും. അങ്ങനെ ഒടുവിൽ അവരവിടെ എത്തിയപ്പോൾ നിധി പറയുന്നുണ്ട്, സുധീഷ് പോയിക്കോളൂ എന്ന്. ഇങ്ങനെ ഓട്ടമുള്ളതല്ലേ, എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഓട്ടം കളഞ്ഞ് പിന്നാലെ വരണമെന്നില്ല എന്നൊക്കെ പറയും. അന്നേരം സുധീഷ് വിട്ടില്ല, എനിക്കിതൊരു പ്രശ്നമല്ല എന്ന് പറയണം അവനെ. അങ്ങനെ ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ ഞാൻ തന്നെ തിരിച്ചു വന്നോളാമെന്ന് നിധി പറഞ്ഞപ്പോൾ സുധീഷ് ചോദിക്കുന്നുണ്ട്, എത്ര സമയമെടുക്കുമെന്ന്. അതൊന്നും അറിയില്ല സുധീഷേ, എനിക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിച്ചേക്കണം കേട്ടോ, ഞാനൊരു ടാക്സി വിളിച്ചിട്ട് വീട്ടിലേക്ക് വന്നോളാമെന്ന് പറയാണ് നിധി. ശരിയെന്നൊക്കെ പറഞ്ഞ് സുധീഷ് പോയെങ്കിലും പോയ വഴിക്ക് തന്നെ വണ്ടി തിരിച്ചങ്ങ് പാർക്കിംഗ് ഏരിയയിലേക്ക് കൊണ്ടിട്ടു. നിധി ഇൻ്റർവ്യൂ കഴിഞ്ഞ് വരുന്നതുവരെ കാത്തിരിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടോ സുധീഷ് അവിടെ തന്നെ കാത്തു നിൽക്കുന്നത്. കുറേ നേരം കഴിഞ്ഞു. സമയം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. നിധി പതുക്കെ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വന്നു. ആ സമയത്തിന് സുധീഷ് അത്രയും നേരം അവിടെ കാത്തിരിക്കായിരുന്നു. സുധീഷ് പോയി കാണുമെന്ന് കരുതി നിധി നേരെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് സുധീഷ് അവളെ വിളിക്കുന്നത്. സുധീഷിനെ കണ്ടപ്പോൾ നിധി ഒന്ന് ഞെട്ടിപ്പോയി. എന്നിട്ട് ചോദിക്കുന്നത്, അല്ല സുധീഷ് ഇത്ര നേരമായിട്ടും പോയില്ലായിരുന്നോ എന്ന്. ഏയ് ഞാൻ പോയിട്ടൊന്നുമില്ല എന്നിങ്ങനെ സന്തോഷത്തോടെ പറയാണ് സുധീഷ്. അന്നേരം ഒരു ഓട്ടം വിളിച്ചവരൊക്കെ കാത്തിരിക്കല്ലേ, എന്താ പോവാഞ്ഞത് എന്ന് നിധി ചോദിച്ചപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, അതിപ്പോൾ എനിക്കങ്ങനെ പോവാൻ തോന്നിയില്ല, നിന്നെ ഇവിടെ തനിച്ചാക്കിയിട്ട് ഞാനെങ്ങനെയാണ് പോകുന്നതെന്ന് ചോദിക്കും. തനിച്ചോ ഞാനോ എന്ന് നിധി ചോദിച്ചപ്പോൾ, അല്ല അടുത്ത് ഞാനുണ്ട് എന്ന് സുധീഷ് പറഞ്ഞു. ശരി ശരി എന്ന് നിധി പറഞ്ഞ് അങ്ങ് ചിരിക്കുകയാണ്. ഇൻ്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് സുധീഷ് ചോദിച്ചപ്പോൾ, കുഴപ്പമൊന്നുമില്ലായിരുന്നു, ആദ്യത്തെ ഘട്ടമൊക്കെ ഓക്കെയാണ്, ഇനി ഒരെണ്ണം കൂടിയുണ്ട് എന്ന് പറയാണ് നിധി. അതും കൂടി പാസ്സായി കഴിഞ്ഞാലേ ജോലി കിട്ടൂ എന്ന് പറഞ്ഞപ്പോൾ സുധീഷ് ആവേശത്തോടെ പറയുന്നത്, അതൊക്കെ നിനക്ക് ഉറപ്പായിട്ടും കിട്ടുമെന്ന് എനിക്കുറപ്പാണ്, നീ നല്ല മിടുക്കല്ലേ. അങ്ങനെ അവർ രണ്ടുപേരും കൂടി അവിടെ നിന്ന് യാത്ര തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇതേ സമയത്തിന് വർക്ക്ഷോപ്പിൽ ഹരീഷ് നല്ല ടെൻഷനിലായിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ അങ്ങനെ പകച്ചു നിൽക്കുകയാണ് ഹരീഷ്. ചന്തുവിനോടും ഡിറ്റയോടൊക്കെ ദേഷ്യപ്പെടുന്നുണ്ട്. ഒരു സാധനം എടുത്തു വെച്ചാൽ അവിടെ ഒന്നും കാണില്ല, എന്താണ് സ്പാനറൊക്കെ എവിടെ കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്തിന് ചന്തു പറയുന്നുണ്ട്, അത് ഹരീഷേട്ടൻ്റെ മുന്നിൽ തന്നെ ഇരിക്കുന്നുണ്ടല്ലോ എന്ന്. എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഹരീഷ് പറയുന്നുണ്ട്, ഞാൻ ദേഷ്യപ്പെട്ടിട്ടൊന്നും ഇല്ലല്ലോ എന്ന് പറയും. അന്നേരം ചന്തു പറയുന്നുണ്ട്, 1-2 വണ്ടികൾ രാവിലെ തന്നെ കൊടുക്കാനുണ്ട് എന്ന്. കൊടുക്കണമെങ്കിൽ ഞാനെന്താ റോബോട്ടാണോ? മനുഷ്യനല്ലേ, പണി തീർന്നാലല്ലേ കൊടുക്കാൻ പറ്റൂ എന്ന് പറഞ്ഞ് ഹരീഷ് അങ്ങ് ചൂടായി. അതിനെന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത് എന്ന് ചന്തു ചോദിച്ചപ്പോൾ, ദേഷ്യപ്പെട്ടതൊന്നുമല്ല, ഞാനുള്ള കാര്യം പറഞ്ഞതാണെന്ന് ഹരീഷ് മറുപടി പറഞ്ഞു. ഹരീഷിന് ആകെ ഒരു മൂഡ് ഓഫ് ആയിരുന്നു. പണി തീരാതെ ഒന്നും ഇന്ന് കൊടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, എനിക്കിന്ന് പണിയാൻ പോലും വയ്യ എന്ന് അവൻ പറയാന്. എന്തു പറ്റി ഹരീഷേട്ട, കാര്യമായിട്ട് എന്തോ സംഭവിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ, നീ നീതുവിൻ്റെ കല്യാണത്തിൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണോ എന്ന് വിഷമിച്ചിരിക്കുന്നത് എന്ന് ചന്തു തിരക്കി. ഇത് കേട്ടപ്പോൾ ഹരീഷ് പറയുന്നത്, അവൾ എങ്ങോട്ടെങ്കിലും പോട്ടെ, അവളുടെ കല്യാണം എന്ന് വെച്ചിട്ട് എനിക്കൊരു പ്രശ്നമില്ല. വേണ്ട വെറുതെ കള്ളം പറയണ്ട, ഹരീഷേട്ടനെ ഞാൻ ഇന്നോ ഇന്നലെയോ കാണാൻ തുടങ്ങിയതൊന്നുമല്ലല്ലോ, ഇതാണ് നിന്റെ പ്രശ്നമെന്ന് എനിക്കറിയാം.
നീതുവിൻ്റെ കല്യാണം തന്നെയാണ് ഇപ്പോഴത്തെ നിന്റെ വലിയ വിഷമമെന്ന് ചന്തു പറയും. ഇത് കേട്ടപ്പോൾ ഹരീഷ് ഒന്നും മിണ്ടാതെ അങ്ങനെ ആലോചിച്ചു നിന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ നീതു അപ്പുറത്തെ വഴിയിലൂടെ പോകുന്നത് ഹരീഷ് കണ്ടു. ഹരീഷ് പറയുന്നത്, എടാ നീതു അല്ലേ പോകുന്നത് എന്ന്, നീ എനിക്കൊരു ഉപകാരം ചെയ്യാമോ? എന്താ എന്താ എന്ന് ചന്തു ചോദിച്ചപ്പോൾ, നീ പോയിട്ട് നീതുവിനോട് ചോദിക്കാമോ അവൾ ശരിക്കും പെണ്ണ് കാണാൻ വന്നിരുന്നു എന്ന്. എവിടെ നിന്നാണ് ആരാണെന്നൊക്കെ അന്വേഷിച്ചിട്ട് വാ എന്ന് പറയും. അതിന് നീ എന്തിനെങ്ങനെ അന്വേഷിക്കുന്നത് എന്ന് ചന്തു ചോദിക്കുമ്പോൾ, എടാ ഒരു ഉപകാരം ചെയ്യടാ എന്ന് ഹരീഷ് കെഞ്ചിക്കൊണ്ട് പറഞ്ഞു. ഓ ഹരീഷേട്ടനിപ്പോൾ ഉപകാരം മാത്രം ചെയ്താൽ മതിയോ? അവൾ ആരെ വേണമെങ്കിലും കെട്ടിപ്പോയിക്കോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ എന്താ ഇങ്ങനെ ചോദിക്കുന്നത് എന്ന് ചന്തു കളിയാക്കി ചോദിക്കും. അന്നേരം മനസ്സിലായി ഹരീഷേട്ടന് അവളോട് ഇഷ്ടമുണ്ടല്ലേ, ഇപ്പോഴല്ലേ കാര്യങ്ങളൊക്കെ പിടികിട്ടിയത് എന്ന് ചന്തു പറഞ്ഞപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, നിന്നോട് പറഞ്ഞ കാര്യം നീ അങ്ങ് ചെയ്താൽ മതിയെന്ന്. ദേഷ്യത്തോടു കൂടെ തന്നെ ഇത് പറഞ്ഞപ്പോൾ ചന്തു ശരിയെന്ന് പറഞ്ഞ് സമ്മതിച്ചു. ചന്തു നീതുവിനെ വിളിച്ചു നിർത്തിയിട്ട് അങ്ങോട്ടേക്ക് ചെല്ലാണ്. സത്യം പറ, പെണ്ണ് കാണാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞത് സത്യമാണോ എന്ന് ചോദിക്കാണ് ചന്തു. അന്നേരം നീതു പറയുന്നത്, അതെ വെറുതെ കള്ളം പറയുന്നല്ല ഞാൻ. ചന്തു പറയുന്നത്, നീ ഹരീഷേട്ടനെ ഉപേക്ഷിച്ചിട്ട് വേറെ കല്യാണം കഴിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന്. ഹരീഷേട്ടനാണെങ്കിൽ അവിടെ ആകെ തകർന്നിരിക്കുകയാണ്. പണി പോലും മര്യാദക്ക് ചെയ്യുന്നില്ല. ആകെ ടെൻഷനിലും ദേഷ്യത്തിനാണ് പുള്ളി. ആ കാര്യം ചന്തു പറയുന്ന സമയത്തിന് നീതു പറയുന്നത്, ആണോ, അങ്ങനെ തന്നെ വേണമെന്ന് പറയും. എന്നോട് പറഞ്ഞത് ഹരീഷേട്ടൻ്റെ ചേട്ടനെ കല്യാണം കഴിക്കാനല്ലേ, അപ്പോൾ പിന്നെ എനിക്ക് ഒരു പണി കൊടുക്കേണ്ടേ എന്ന് അവൾ ചോദിക്കും. ഓഹോ, അപ്പോൾ പണി കൊടുത്തതാണല്ലേ എന്ന് ചന്തു ചോദിച്ചപ്പോൾ, അതെ ഞാനൊരു പണി കൊടുത്തതാണെന്ന് അവൾ സമ്മതിച്ചു. അല്ലാതെ ഞാൻ വേറെ കല്യാണം കഴിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? പെണ്ണ് കാണാൻ വരുന്നു എന്നൊക്കെ ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. കുറേ കാലമായി ഞാൻ ഇതിൻ്റെ പുറകെ നടക്കുന്നു. ഒരു പോസിറ്റീവ് മറുപടി തന്നില്ലെന്ന് മാത്രമല്ല എന്നെ ആകെ അങ്ങ് തറയാക്കി സംസാരിക്കാണ്. എത്ര നാളെന്ന് വെച്ചാൽ ഞാൻ ഈ സഹിക്കുന്നത്? ഒന്നുകിൽ വേണ്ട എന്ന് വെക്കണം, അല്ലെങ്കിൽ ഇതായിരിക്കും അവസ്ഥ എന്ന് നീതു പറഞ്ഞു. നീതു പറയുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്യേ, നീ പോയിട്ട് ഹരീഷേട്ടൻ്റെ അടുത്ത് പറയും അവളുടെ കല്യാണം ഉറപ്പിച്ചു, പെണ്ണ് കാണാൻ വന്നു, എല്ലാം സെറ്റായി, ചെക്കൻ നേവിയിലാണ്, ഉടനെ തന്നെ കല്യാണം ഉണ്ടാവുമെന്നൊക്കെ, നല്ല സൂപ്പർ ചെക്കനാണ്, ഫോണിൽ ഞാൻ ചെക്കൻ്റെ ഫോട്ടോ കണ്ടു എന്നൊക്കെ നീ അങ്ങ് തട്ടിവിടുക എന്നൊക്കെ പറയും. ചന്തു പറയുന്നുണ്ട്, ആ കാര്യമൊക്കെ ഞാൻ ഏറ്റു. ചന്തു നേരെ ഹരീഷേട്ടൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഹരീഷ് ചോദിക്കുന്നുണ്ട്, എന്തായി കാര്യങ്ങൾ, അവൾ എന്തു പറഞ്ഞു എന്നൊക്കെ. എൻ്റെ ഹരീഷേട്ടാ, നീതുവിൻ്റെയൊക്കെ ഒരു ഭാഗ്യം നോക്കണേ. ഒരു പക്ഷേ ഹരീഷേട്ടനെ കിട്ടിയിരുന്നെങ്കിൽ നീതുവിൻ്റെ ജീവിതം അങ്ങ് തീർന്നു പോകുമായിരുന്നു. അത്രയും നല്ലൊരു ആലോചനയാണ് നീതുവിനിപ്പോൾ വന്നിരിക്കുന്നത്. ചെക്കന് കപ്പലിലാണ് ജോലി, ഇഷ്ടംപോലെ പണമുണ്ട്, നല്ല സുന്ദരൻ ചെക്കനാണ്, ഞാൻ ഫോട്ടോ ഒക്കെ കണ്ടു എന്നൊക്കെ ചന്തു പറയാണ്. ഇത് കേട്ടപ്പോൾ ഹരീഷിന് വല്ലാത്ത വിഷമമായി. ഹരീഷിനത് സഹിക്കാൻ പോലും പറ്റുന്നില്ല. ആഹാ, അങ്ങനെ തന്നെ വേണം, നീതുവിനെ ഇത്രയോ വട്ടം കറക്കിയതല്ലേ, ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് ചന്തു ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു. ഈ സമയത്തിന് നിധിയും സുധീഷും നേരെ വീട്ടിലേക്ക് മടങ്ങുമായിരിക്കും. എനിക്ക് ജോലി കിട്ടുമായിരിക്കുമോ എന്ന് നിധി വീണ്ടും ചോദിച്ചപ്പോൾ, നിന്റെ കഴിവ് വെച്ച് നോക്കിയാൽ കിട്ടുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എന്ന് സുധീഷ് പറയും. അത് കേട്ടപ്പോൾ നിധി പറയുന്നത്, എനിക്കെന്തോ വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നുന്നു, ഇത് പിന്നെ ഒരു പക്ഷേ കിട്ടിയില്ലെങ്കിലോ എന്ന്. കിട്ടിയില്ലെങ്കിൽ നമുക്ക് അടുത്തത് നോക്കാം, ഒരു കമ്പനിയൊന്നുമല്ലല്ലോ, ഇഷ്ടംപോലെ കമ്പനികളുണ്ട്, അതുകൊണ്ട് പേടിക്കണ്ട എന്ന് സുധീഷ് പറഞ്ഞു. ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് സുധീഷ് അവളെ സമാധാനിപ്പിക്കാൻ നോക്കി. എന്നിട്ട് മനസ്സൊന്ന് ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് ഒരു റൊമാൻറ്റിക് പാട്ടങ്ങ് ഇട്ടുകൊടുത്തു. അന്നേരം നിധിക്കാതെ അസ്വസ്ഥയായി. അതൊന്ന് ഓഫ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ നിധി ഓഫ് ചെയ്യാണ്. ഇതെന്താ ഓഫ് ചെയ്തത്, നിധിക്ക് റൊമാൻറ്റിക് സോങ് ഇഷ്ടമല്ലേ എന്ന് സുധീഷ് ചോദിച്ചപ്പോൾ, ഇഷ്ടമൊക്കെ തന്നെയാണെന്ന് നിധി പറയും. നിധി ആരെങ്കിലും പ്രേമിച്ചിട്ടില്ലേ എന്ന് സുധീഷ് ചോദിച്ചപ്പോൾ, +2 പഠിക്കുമ്പോൾ എനിക്കൊരു ക്രഷ് ഉണ്ടായിരുന്നു എന്ന് നിധി പറയാണ്. ട്യൂഷന് പോകുന്ന സമയത്തന്നെ അവിടെ ഒരു പയ്യനാടായിരുന്നു ആ ഒരു ക്രഷ്. എന്നിട്ട് എന്തായി എന്ന് സുധീഷ് ചോദിച്ചപ്പോൾ, +2 കഴിഞ്ഞതും അതങ്ങ് തീർന്നു എന്ന് നിധി പറയാണ്. പിന്നെ അവനെക്കുറിച്ച് അന്വേഷിക്കാനൊന്നും പോയില്ല. എൻ്റെ കൂട്ടുകാരൊക്കെ എന്നെ കളിയാക്കാൻ നോക്കിയപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല, ആരുടെയും പുറകെ പോകുന്ന സ്വഭാവമൊന്നും എനിക്കില്ല എന്ന് നിധി പറയും. ഓ പിന്നെ എന്നൊക്കെ പറഞ്ഞ് സുധീഷ് കളിയാക്കാൻ നോക്കിയപ്പോൾ നിധി പറയുന്നുണ്ട്, സുധീഷ് പറയുന്നത് കേട്ടാൽ തോന്നും ഞാൻ ഒരുപാട് പേരെ ലൈനടിച്ച് നടക്കുമായിരുന്നു എന്ന്. സുധീഷ് പറയുന്നത്, എനിക്ക് എത്ര എണ്ണം ഉണ്ടായിരുന്നു എന്ന് നിനക്കറിയാമോ? വേണ്ട നിർത്തിക്കോ, ഇതൊക്കെ ഞാൻ കുറേ കേട്ടിട്ടുള്ളതാണ്, കേൾക്കാൻ താല്പര്യമില്ല എന്ന് നിധി ഇതങ്ങ് തീർത്തും പറഞ്ഞു. വേണ്ട, ഇനി കൂടുതലൊന്നും പറയണ്ട, ഇങ്ങനത്തെ കാര്യങ്ങൾ ഇനി പറയില്ലെന്ന് ഞാൻ ഉറച്ചു പറഞ്ഞു എന്ന് സുധീഷ് പറയും. നിധി പറയുന്നുണ്ട്, ഞാൻ വെറുതെ പറഞ്ഞതല്ലേ, സുധീഷ് പറയാൻ പോകുന്നതൊക്കെ എനിക്കറിയാം, 8ാം ക്ലാസ്സിലെയും 9ാം ക്ലാസ്സിലെയും പ്രേമത്തെക്കുറിച്ചല്ലേ, അതൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞതല്ലേ. സുധീഷിന് അത് കേട്ടപ്പോൾ ആകെ ചമ്മലായി. അവൻ പിന്നെ ഒന്നും മിണ്ടാൻ പോയില്ല. സുധീഷിൻ്റെ ചമ്മിയ മുഖം കണ്ടപ്പോൾ തന്നെ നിധിക്ക് ആ ഒരു ചിരി അടക്കാനായില്ല. അവളുടെ കാറ് വീടിൻ്റെ പടിക്കൽ എത്തിയപ്പോഴേക്കും ആ പഴയ പ്രണയകഥ അവരുടെ പരിഭവമായി മാറി. സുഹൃത്തുക്കളുടെ ആത്മബന്ധത്തിലേക്ക് അവർ തിരികെ എത്തിയിരിക്കുന്നു. വീട്ടിലെത്തിയ ഉടനെ തന്നെ നിധി നേരെ പൂജാമുറിയിലേക്ക് ചെന്നു. ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവളുടെ മനസ്സിൽ ആ ഒരു ജോലി എന്നതിലുപരി സുധീഷിൻ്റെ മുഖം തന്നെയായിരുന്നു തെളിഞ്ഞു വന്നത്. തൻ്റെ കഷ്ടപ്പാടുകൾക്കിടയിൽ നിഴലായി കൂടെ നിൽക്കുന്ന സുധീഷിന് വേണ്ടി എങ്ങനെയെങ്കിലും ഈ ജോലി കിട്ടണമെന്ന് തന്നെ അവൾ ആഗ്രഹിച്ചു.
അതേസമയം വർക്ക്ഷോപ്പിൽ ചന്തുവിനോട് കളി പറഞ്ഞ് ചിരിക്കുമ്പോഴും ഹരീഷിൻ്റെ കണ്ണ് റോഡിൽ തന്നെയായിരുന്നു. നീതു വരുന്നുണ്ടോ എന്ന് അവൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. ചന്തു പറഞ്ഞ ആ ഒരു നേവിക്കാരൻ്റെ ഫോട്ടോ അവൻ്റെ മനസ്സിൽ വല്ലാതങ്ങ് അസ്വസ്ഥനാക്കി. എടാ ചന്തു, ശരിക്കും ആ പയ്യൻ അവളേക്കാൾ ലുക്കാണോ? ഹരീഷ് ഭയങ്കര സങ്കടത്തോട് ചോദിച്ചു പോയി. ഇത് കേട്ട ചന്തു ഉള്ളിലങ്ങ് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ലുക്ക് മാത്രമാണോ ഹരീഷേട്ട, നല്ല ഗാംഭീര്യമുള്ള നടപ്പാ. നീതുവിനെ നോക്കുമ്പോൾ അവൻ്റെ ആ ഒരു നിൽപ്പ് കണ്ട ആരും അങ്ങ് പറഞ്ഞു പോകും വീണുടനെ കല്യാണം നടത്തണമെന്ന്. ഹരീഷ് ദേഷ്യത്തോടെ കയ്യിലിരുന്ന ആ ഒരു സ്പാനർ അങ്ങ് താഴേക്കിട്ടു. പിറ്റേ ദിവസം രാവിലെ നിധിക്ക് ആ ഒരു കമ്പനിയിൽ നിന്നും ആ ഒരു സന്തോഷ വാർത്ത എത്തി. ഇൻ്റർവ്യൂവിൻ്റെ 2ാം ഘട്ടം ഉടനെ ഉണ്ട് എന്നും അവൾ സെലക്ട് ആയതുള്ള ആ ഒരു ഫോൺ കോൾ വന്നപ്പോൾ സുധീഷ് ഭയങ്കര സന്തോഷത്തിൽ അവളെ അങ്ങ് എടുത്തു പൊക്കാത്ത കുറവേ ഉണ്ടായിരുന്നുള്ളൂ. മധുരവുമായി അവർ നേരെ വർക്ക്ഷോപ്പിലേക്ക് ചെന്നു. അവിടെ ഹരീഷ് ആകെ തളർന്നിരിക്കുകയായിരുന്നു. നിധി ജോലി കിട്ടിയ കാര്യം പറഞ്ഞപ്പോൾ ഹരീഷിൻ്റെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞു. അപ്പോഴാണ് അവിടുത്തെ വഴിയിലൂടെ നീതു അണിഞ്ഞൊരുങ്ങി വരുന്നത് അവർ കണ്ടത്. ഹരീഷ് അന്ന് കയ്യിലുണ്ടായിരുന്ന പണിയും ഉപേക്ഷിച്ച് റോഡിലേക്ക് ഇറങ്ങി നടന്നു. നീതു അവനെ കണ്ടില്ലെന്ന് നടിച്ച് നടന്നു പോകുമ്പോൾ ഹരീഷ് പിന്നാലെ ചെന്ന് അവളുടെ കൈയങ്ങ് പിടിച്ചു നിർത്തി. എടി നീതു, നീ ശരിക്കും ആ കപ്പലുകാരനെ കല്യാണം കഴിക്കാൻ പോവാണോ എന്ന് അവൻ വിറക്കുന്ന ശബ്ദത്തോടെ ചോദിച്ചു. നീതു ഗൗരവത്തിൽ പറഞ്ഞു, അതെ, ചന്തു പറഞ്ഞില്ലേ എല്ലാം സെറ്റായി എന്ന്. എനിക്കിപ്പോൾ ശരിക്കും സന്തോഷമാണ് എന്ന് പറയും. അത് കേട്ടപ്പോൾ ഹരീഷിൻ്റെ കണ്ണുകളങ്ങ് നിറഞ്ഞു. എടി, നീ എന്നെ ശരിക്കും സ്നേഹിച്ചിരുന്നതല്ലേ എന്ന് അവൻ ചോദിച്ചപ്പോൾ നീതുവിന് ചിരി അടക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും ഗൗരവം വിടാതെ തന്നെ അവൾ പറഞ്ഞു, ഞാൻ സ്നേഹിച്ചിരുന്നു, പക്ഷേ ഇപ്പം മറ്റൊരു വഴിയില്ലല്ലോ. ഒടുവിൽ ഹരീഷ് സകല നിയന്ത്രണം വിട്ട് എല്ലാവരെയും മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ പറഞ്ഞു, എടി, നിനക്ക് എന്നെ കെട്ടാൻ പറ്റില്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്നു തന്നെ ചാവും. അത്രത്തോളം എനിക്കിതിന് ഇഷ്ടമാണെന്ന് പറയും. ഹരീഷിൻ്റെ ഈ ഒരു പ്രകടനം കണ്ടുകൊണ്ട് തന്നെ നിധിയും സുധീഷും ചന്തു അങ്ങ് പൊട്ടിത്തിരിച്ചു. നീതു പതുക്കെ ഹരീഷിൻ്റെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു, ഹരീഷേട്ടാ, ആ നേവിക്കാരൻ എൻ്റെ ഫോണിലെ വാൾപേപ്പറാണ്. അത് സിനിമാ നടൻ ദുൽഖർ സൽമാൻ്റെ ഫോട്ടോയാണ്. ചന്തുവും ഞാനും കൂടെ ഹരീഷേട്ടനെ ഒന്ന് ടൈറ്റാക്കാൻ വേണ്ടി നോക്കിയതാ. സത്യം മനസ്സിലാക്കിയ ഹരീഷ് ചന്തുവിനെ തല്ലാൻ ഓടിച്ചു. വർക്ക്ഷോപ്പിൽ ചിരി പടർന്നു. നിധിയുടെ പുതിയ ജോലിയും ഹരീഷിൻ്റെയും നീതുവിൻ്റെയും ആ ഒരു പ്രണയ സാഫല്യം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് സുധീഷ് എല്ലാവരും കൂടി ഒരു യാത്ര പോവാൻ തന്നെ പ്ലാൻ ചെയ്തു. സ്നേഹവും പരിഭവവും നിറഞ്ഞ ആ ഒരു വൈകുന്നേരം സുധീഷിൻ്റെ കാർ നേരെ നഗരത്തിരക്കുകളിലേക്ക് പതുക്കെ നീങ്ങി. അങ്ങനെ കാറ്റത്തെ കിളിക്കൂടിൽ ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.